നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു. റിസൾട്ട് വരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് PR ഉള്ളത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പലതരത്തിലുള്ള PRകൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പലതരത്തിലുള്ള PRകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിണറായി വിജയന്റെ PRനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. പല സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ PR എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ചില PRകൾ വലിയ വിവാദമായിട്ടുണ്ട്. പുതിയൊരു PR അദ്ദേഹത്തെ സംബന്ധിച്ച് പുതിയൊരു PR എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹം രോഗബാധിതനാണ്. ആ രോഗം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ പുറത്തു പറയുന്നില്ലെങ്കിലും വാർത്താ മാധ്യമങ്ങൾ പറയുന്നില്ലെങ്കിലും അത് ക്യാൻസർ ആയിരുന്നുവെന്നും ക്യാൻസർ ആണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരുന്നത്. ഈ മയോ ക്ലിനിക്ക് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ ആയിരിക്കുമെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യവുമായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ വിവരം എന്ന രീതിയിൽ അദ്ദേഹം ക്യാൻസർ അതിജീവിതനാണ് എന്ന രീതിയിലുള്ള വാർത്ത. ആ വാർത്ത ഓപ്പൺ എന്ന് പറയുന്ന മാഗസിനാണ്. പാട്യം ഗോപാലിന്റെ മകൻ ഉല്ലേഖ് കുമാറാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇതും യഥാർത്ഥത്തിൽ ഒരു PR അല്ലേ? കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് അനാരോഗ്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തരുത്. വരുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ ആരെങ്കിലും അദ്ദേഹത്തിന് അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാൽ അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട് എന്ന് വരുത്താനുള്ള ഒരു ശ്രമമല്ലേ ഇപ്പോൾ നടന്നത്? അതെ, അത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ളൊരു PR തന്നെയാണ്. ബുദ്ധിമാനായ ഒരു PR ഏജൻസിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ഓരോ കുടുംബവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് സുഖമില്ലെന്നറിയാം. മുഖ്യമന്ത്രിയാണ് എങ്കിലും വീറോടെ അദ്ദേഹം വേദികളിൽ പോകുന്നുണ്ട്. അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ അല്ലാത്ത മുഖ്യമന്ത്രി ആരും കാണുന്നില്ലല്ലോ. സെക്രട്ടറിനകത്തിരിക്കുന്ന മുഖ്യമന്ത്രി, അതെ, ഈ ചടങ്ങിലേക്ക് വരുന്നൊരു മുഖ്യമന്ത്രി, പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി, ഇറങ്ങിപ്പോകുന്നൊരു മുഖ്യമന്ത്രി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് അസുഖം? കേരളം പലതരത്തിൽ ചികിഞ്ഞു നോക്കി. നമ്മുടെ മറുനാടൻ മലയാളി പോലും എന്താണ് ആ രോഗമെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ല. കാരണം അതൊരു എത്തിക്സിന്റെ കൂടെ ഭാഗമായിരിക്കും. ഒരാളുടെ അസുഖം അത് നമ്മൾ വിൽപ്പന ചരക്കാക്കേണ്ടതില്ല എന്നാണ് എന്റെ പക്ഷം. പക്ഷെ ഇപ്പൊ അദ്ദേഹം തന്നെയാണ് അതാ പറയുന്നത്. എന്നിട്ട് അമേരിക്കയിലാ പോയത്. ട്രീറ്റ്മെന്റ് പോയത് സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ രോഗത്തിന് അപ്പൊ നമ്മുടെ നാട്ടുകാരെന്ത് വിചാരിക്കും? ഈ രോഗത്തിന് ഇവിടെ ചികിത്സയില്ല. അപ്പൊ എല്ലാവരും സംശയം, പിന്നെ എന്തിനാണ് ഈ നമ്മുടെ ക്യാൻസർ സെന്റർ? അതെ, റീജിയണൽ മെഡിക്കൽ കോളേജ്, റീജിയണൽ ക്യാൻസർ അതിൽ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സുഷമ സ്വരാജ് അവരെ വിദേശ രാജ്യങ്ങളിൽ ട്രീറ്റ്മെന്റ് അയക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു വേണ്ട, എയിംസിൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി, എനിക്ക് എന്റെ നാട്ടിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് അപ്പുറത്തേക്ക് ഒരു ട്രീറ്റ്മെന്റും വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് സുഷമ സ്വരാജ്. അന്ന് നമ്മൾ ചർച്ച ചെയ്താണ്. നിരവധി തവണ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു. ഏതാണ്ട് നമുക്കൊക്കെ ഏകദേശം അറിയാവുന്ന ഒരു കാര്യം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം, മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം. നമ്മളിത് സത്യത്തിൽ ഇന്ന് വരെ നമ്മൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ച് മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുമ്പോഴും ചർച്ചയാക്കുന്നത് അദ്ദേഹത്തിന്റെ PR-ന്റെ ഒരു PR ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയും CPM എങ്ങാനും അധികാരത്തിൽ വന്നാൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരണം എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു വന്നാൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അതിജീവിതനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയല്ലേ? ഒരു പ്ലാൻ തന്നെയാണ്. കാരണം അദ്ദേഹം അമേരിക്കയിൽ പോകാനിരിക്കുകയാണ് ഈ ഇടയ്ക്ക്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു PR വർക്കെല്ലാം പൊളിച്ചു കൊടുത്തത് അദ്ദേഹത്തിന്റെ കൂടി സന്തത സഹചാരിയായിരുന്നു നമ്മുടെ നടൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഇതുപോലെ ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം കൃത്യമായി കാര്യം പറഞ്ഞു, ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു, ഞാൻ അതിജീവിതനാണെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ഈ വെടി പൊട്ടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാത്തിരുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ മമ്മൂട്ടി പ്രഖ്യാപിച്ചു, മമ്മൂട്ടി ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്, പക്ഷെ അതിന് ഞാൻ അതിജീവിച്ചു എന്നുള്ളത് നല്ല കാര്യം, ഏറെ സന്തോഷം ഉണ്ടാകുന്ന. പിണറായി സഖാവ് അസുഖം വരുന്നത് ആരുടെയും പ്രത്യേകിച്ചുള്ള ഒരു കുഴപ്പം കൊണ്ടല്ല. അസുഖം വരുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ചിലപ്പോ മരിച്ചു പോകുന്നതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. കാരണം അതൊക്കെ സ്വാഭാവികമായി നാളെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ആർക്കും ഇതിൽ നിന്ന് വലിയ എക്സ്റ്റൻഷൻ ഒന്നുമില്ല. ചിലർ അസുഖം വരാതെ മരിക്കും, ചിലർ അസുഖത്തിലൂടെ മരിക്കും. എന്നാലും പ്രായമാകുമ്പോൾ ചിലർ മരിക്കും, ചിലർ ആക്സിഡന്റ് മരിക്കും. ഇത്ര വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടവർ അതൊരു മോശപ്പെട്ട കാര്യവുമല്ല. അസുഖം വരുന്നു എന്നുള്ളത് കൊണ്ട് ആരെയും പരിഹസിക്കേണ്ട കാര്യവുമില്ല. അത്തരം ഒരു പരിഹാസം ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഞാൻ അതിനെതിരെ വളരെ നിശ്ചിതമായി, അദ്ദേഹത്തെ യുവമോർച്ചയുടെ ഒരു പെൺകുട്ടിയാണ്, വളരെ മോശമായി അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിക്കുകയും കുറേ സംഖ്യകൾ എന്നെ ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അസുഖം വരിക എന്ന് പറയുന്നത് ആരുടെയും ആർക്കും വരില്ല എന്നൊന്നുമില്ല, നമുക്കെല്ലാവർക്കും വരാവുന്നതാണ്. അതുകൊണ്ട് അതിനെ ഒരു മോശമായി കാണുകയോ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച്, അദ്ദേഹം എന്തിനാണ് അമേരിക്കയിൽ പോകുന്നതിനെ സംബന്ധിച്ച് ആദ്യം അഭ്യൂഹങ്ങളായിരുന്നു. പിന്നീടാണ് മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയെന്ന വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹം സർവൈവ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്.
പക്ഷെ അത് അദ്ദേഹം നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഏതായാലും പിണറായി വിജയൻ അറിയാതെ ഈ ഉല്ലേഖ് ഇങ്ങനെ ഒരു ലേഖനം എഴുതില്ല. അതൊരു എത്തിക്സിന്റെ ഭാഗവുമല്ല അങ്ങനെ എഴുതുന്നത്. അപ്പൊ അത് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഭയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തനിക്ക് പ്രശ്നം ഉണ്ടാകുമെന്നും ഏതായാലും ആര് വിജയത്തിലെത്തിയാലും വലിയ സീറ്റിന്റെ ഡിഫറൻസ് ഉണ്ടാവില്ല. വളരെ വ്യത്യാസം ഉള്ള ഒരു വലിയ ഡിഫറൻസ് ആർക്കും മാർജിൻ ഉണ്ടാവില്ല. അപ്പോൾ ആ മാർജിനിൽ തനിക്ക് ഭരിക്കാൻ ഇനി വേറെ ആരെയെങ്കിലും ചൂണ്ടിക്കാട്ടാൻ ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ഭരണം കുറച്ച് സീറ്റ് കുറയാനുണ്ടായ സാഹചര്യം ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഓൾട്ടർനേറ്റീവായി ഇനി അഥവാ ജയിച്ചാൽ തന്നെ വേറെ പേര് വന്നേക്കാം. അപ്പൊ ആ പേര് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, ഞാൻ അതിജീവിതനാണ്, ഞാൻ ഇവിടെ കേപ്പബിൾ ആണ് എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു കാലം കാത്തുവച്ചൊരു കാവ്യനീതി എന്നൊക്കെ പറയും. കാരണം നമ്മുടെ അന്തരിച്ച VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അനാരോഗ്യം പറഞ്ഞാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അദ്ദേഹത്തിന് മത്സരിക്കണമെന്നുണ്ടായിരുന്നു. നല്ല ഒന്നാം തരമായിട്ട് നല്ല ഭൂരിപക്ഷത്തോടെ വീണ്ടും മത്സരിച്ചു ജയിച്ചു വന്നത്. പക്ഷെ അദ്ദേഹത്തെ പാർട്ടി ഈ പിണറായി വിജയൻ അടക്കമുള്ള അന്നത്തെ പ്രബല വിഭാഗം അനാരോഗ്യം കൊണ്ട് ഇനി മത്സരിക്കുന്നില്ല എന്ന് അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. VSന് വീട്ടിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ആ VS പക്ഷേ തിരിച്ചു വന്നില്ല. അദ്ദേഹം 1-2 വർഷത്തോളം അദ്ദേഹം പിന്നീട് ഏതാണ്ടൊക്കെ ഒരു വലിയ വീട്ടിൽ തന്നെ ശയ്യാവലംബനായി കഴിയേണ്ട ഒരു അവസ്ഥ നമ്മളതൊക്കെ കണ്ടതാണ്. എന്നിട്ടും കേരളം അദ്ദേഹം വീരോചിതമായ സ്വീകരണം കേരളം അദ്ദേഹത്തിന് നൽകിയത്, ചുടുകാട് വരെ നൽകിയത് വീരോചിതമായ സ്വീകരണം, ഒരു യാത്രയപ്പായിരുന്നു, സ്വീകരണമല്ല യാത്രയപ്പ്. അപ്പോൾ ഇപ്പോൾ ഒരു നെഗറ്റീവ് പാർട്ടിക്കുള്ളിൽ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയത് 40 കാറിന്റെ അകമ്പടിയോടെ പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ ഇല്ല. പ്രതിപക്ഷത്തെ LDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവാൻ താല്പര്യമില്ല. കാരണം ഇത്രയും പ്രതിപക്ഷ നേതാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവ് ആകാൻ താല്പര്യമില്ലെന്ന് നെഗറ്റീവ് പാർട്ടിക്കുള്ളിൽ ഇറങ്ങി കഴിഞ്ഞു. കാരണം ഇത്രയും നമ്മുടെ രക്ഷാപ്രവർത്തനം നടത്താൻ കൂടെ അംഗരക്ഷകർ ഓർമ്മയില്ലേ? അപ്പൊ അംഗരക്ഷകരൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദിവസം ഒറ്റയ്ക്കായതുള്ളൂ. VSനൊപ്പം സുരേഷെങ്കിലും ഉണ്ടായിരുന്നു. അതെ അവസാനം വരെ ഇവരൊക്കെ അവരൊക്കെ ഉയർത്തുന്ന ഒരു സുരേഷ്, സുധാകരൻ, അവരൊക്കെ ഉയർത്തുന്ന ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ റിസൾട്ട് വരുമ്പോൾ സീറ്റ് കുറവാകുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകാം. സീറ്റ് കുറവായാൽ പോലും പിണറായി വിജയനെ ആക്രമിക്കുന്ന പ്രവണത ഉണ്ടാകും. പണ്ടത്തെ പോലെയല്ല, പാർട്ടിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലവിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ ആരും, പിന്നെ മാത്രമല്ല നമുക്കറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ SDPI എങ്ങാണ് അവകാശവാദം ഉന്നയിക്കുക, വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുകയും അതെ. അപ്പൊ ആ അവസ്ഥയൊക്കെ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള നീക്കമാണ്. ഇപ്പോൾ താൻ ക്യാൻസർ സർവൈവർ ആണ്, തനിക്ക് ഒരു പ്രശ്നവുമില്ല, താൻ അതിജീവിതനാണ്, അതുകൊണ്ട് തന്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി മാറ്റി നിർത്തരുത് എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണെന്നാണ് ഇപ്പോഴേ പുള്ളി പറയുകയാണ്. അതെ തീർച്ചയായും. കാരണം പുള്ളി എന്തോരം യാത്ര ചെയ്തത് ഈ ഇടയ്ക്കല്ലേ, ഗൾഫ് രാജ്യങ്ങളിൽ ഒറ്റ യാത്രയല്ല, ഓരോ ഘട്ടമായി. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കോടിയേരി ബാലകൃഷ്ണനൊക്കെ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ കൊണ്ടുവരാനൊക്കെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. അപ്പോ ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണന് കിട്ടിയ ആ ആദരവോ അല്ലെങ്കിൽ VSന് കിട്ടിയ ഒരു ആദരവോ ഒന്നും ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പൊ ജീവിക്കുന്ന കാലം മുഴുവൻ താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ ഇരിക്കണമെന്ന് അദ്ദേഹം വാശി പിടിക്കുന്നതിന്റെ ഒരു കാരണവും അതാകാം. മുഖ്യമന്ത്രി സ്ഥാനത്താണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ ആ സമയത്തൊക്കെ ആൾക്കാരൊന്ന് ഇളകും, അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ താനല്ലെങ്കിൽ തന്റെ മരുമകൻ എന്നതായിരിക്കും അദ്ദേഹം വെക്കാൻ പോകുന്ന ഫോർമുല. ഇനി താനല്ലെങ്കിൽ തന്റെ മരുമകൻ, ഇത് രണ്ടുമല്ലെങ്കിൽ ആരെന്ന് ചോദ്യം ചെയ്യപ്പെടും. ഇത്തവണ തന്നെ സ്വരാജിനെ പോലുള്ളവരെ മാറ്റി നിർത്തിയതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു യുവ നേതാവും വളർന്നു വരരുത്. തന്റെ മകന് മുകളിലേക്ക് വളരാൻ പോകുന്ന ഷംസീർ അടക്കമുള്ളവർ, മകന് മുകളിലേക്ക് വളരാൻ പോകുന്ന മാത്രമല്ല KK ശൈലജ, ഇപ്പൊ ഇവരൊക്കെ ഉയർത്തിയിടുന്ന അവരാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും. AK ബാലൻ അതെ. അപ്പൊ അതുകൊണ്ടുള്ള ആയിട്ട് മാറ്റി നിർത്തുകയാണ്. അപ്പൊ അത് ചർച്ചയായി. പി ജയരാജൻ അപ്പൊ ഇതൊക്കെ ചർച്ചയാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചയായാൽ സീറ്റ് കുറഞ്ഞാൽ പോലും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ അദ്ദേഹത്തിന് അതാണ് എല്ലാവരെയും കേരളത്തിന്റെ മൂലയിൽ മലബാർ മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ്. അവരവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ ജയിക്കുന്ന സീറ്റ് പോലും KK ശൈലജയ്ക്ക് കൊടുക്കാൻ, ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് പോലും കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
മുഖ്യമന്ത്രിയാവാനുള്ള ശ്രമം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എങ്ങാനും ജയിച്ചു പോയാൽ CPM അധികാരത്തെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി പദം തനിക്ക് വേണമെന്ന് പറയാതെ പറയുകയാണ് പിണറായി വിജയനും കൂട്ടരും. അതിനുവേണ്ടിയുള്ള ലേഖനമാണ് ഇപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ ഇറങ്ങാത്തൊരു ലേഖനം, അതും ഇംഗ്ലീഷിൽ തന്നെ ആ ലേഖനം വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേന്ദ്ര നേതൃത്വമൊക്കെ കണ്ടോണം. എന്നിട്ടുള്ള PR കണ്ടതാണ്. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്.